നല്ല തിരക്കുള്ളൊരു ദിവസമാണ് കേട്ടോ. ഇന്ന് എക്സാം ഉണ്ട്. അപ്പോൾ നമ്മൾ ആലുവ വരെ പോകാനുണ്ടായിരുന്നു. ആലുവയിൽ പോയി എക്സാമൊക്കെ എഴുതി തിരിച്ചു പോരുകയാണ് കേട്ടോ. തിരിച്ചു പോരുന്ന വഴിയിൽ നമ്മൾ ഒരു പർപ്പിൾ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അങ്കമാലിലുള്ളൊരു ഷോപ്പാണ്, അവിടെ ഒന്ന് കയറിയിട്ടുണ്ട് കേട്ടോ. സൺസ്ക്രീൻ നോക്കാൻ വേണ്ടിയിട്ടാണ് കയറിയത്. അപ്പോൾ അവിടെ ഒട്ടുമിക്ക ബ്രാൻഡിൻ്റെയും പ്രോഡക്റ്റ്സുകൾ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നല്ല ഓഫേഴ്സും ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടേക്ക് കയറി സൺസ്ക്രീൻ ഒന്നും വാങ്ങാണ്ട് വേഗം തിരിച്ചു പോന്നു. തിരിച്ചു പോകാനുള്ള കാരണം എന്ന് വെച്ചാൽ ഇന്ന് വേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമുണ്ട് കേട്ടോ. ഇത് നമ്മളുടെ ഇടവകയിൽ എലക്ഷൻസ് നടക്കുകയാണ് യൂണിറ്റിലെ. അപ്പോൾ അവിടെ നമ്മൾ എത്തേണ്ടതായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ വന്ന് ഈ വോട്ടൊക്കെ എണ്ണുന്നതിൻ്റെ സീൻസാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കാൻഡിഡേറ്റ്സിന് കിട്ടിയ വോട്ടൊക്കെ എണ്ണി തിട്ടപ്പെടുത്തിയിട്ട് അച്ഛൻ അനൗൺസും ചെയ്യുന്നുണ്ട്. ഈ ബഹളമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും അത്യാവശ്യം ഞാൻ നല്ല രീതിയിൽ ടയേർഡായിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ബാക്ക് ടു ഹോസ്പിറ്റലിലെത്തി. കുറച്ചധികം സമയം അവിടെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് എത്തിയപ്പോഴേക്കും അത്യാവശ്യം നല്ല പോലെ വയ്യാതെ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും എളുപ്പപ്പണി ചെയ്യാമെന്ന്. ഞാൻ ഈ മടിയുള്ള സമയത്ത്, അങ്ങനെ വെച്ചാൽ എപ്പോഴും മടിയിടുക അങ്ങനെയല്ല, നല്ല മടിയുള്ള സമയത്ത് ഈ പരിപാടി ചെയ്യാറുണ്ട് കേട്ടോ. അതായത് നമ്മളുടെ ചിരട്ടപ്പുട്ട് ഉണ്ടാക്കുന്ന സമയത്ത് ചെറിയ ഏത്തപ്പഴത്തിൻ്റെ പീസസും കൂടി അതിലിട്ട് കൊടുത്തിട്ട് ഒരുമിച്ച് ആവി കയറ്റും. കുറച്ച് തേങ്ങയും കൂടി ഇട്ടിട്ടാണ് ഇങ്ങനെ ആവി കയറ്റുന്നതെന്നുണ്ടെങ്കിൽ ചൂടോടുകൂടി കഴിക്കുന്നത് നല്ല ടേസ്റ്റാണ് കേട്ടോ. നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല, പക്ഷേ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു ചൂടോടുകൂടി കഴിക്കാൻ വേണ്ടിയിട്ട്. കുട്ടികൾക്കും ഇഷ്ടപ്പെടും കേട്ടോ. പിന്നെ ഏത്തപ്പഴം എന്നൊക്കെ പറയുന്നത് നല്ലതാണല്ലോ. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് നമ്മൾ കുറച്ച് റെസ്റ്റൊക്കെ എടുക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം കഴിഞ്ഞു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.